പ്രൈസ് ദി ലോർഡ്. ഈ പകലും നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന വചനത്തിനു മുൻപാകെ ആയിരിക്കാൻ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. ഒത്തിരി കരയാനും സങ്കടപ്പെടാനും ഒക്കെ നമ്മുടെ മുൻപിൽ ഒത്തിരി കാര്യമുണ്ടെങ്കിലും അതിൻ്റെ നടുവിലും നമ്മൾ ഓടിച്ചെന്ന് ആശ്വസിക്കുന്ന ഒരു വചനത്തിന് മുൻപിലാണ്. എന്ത് ചെയ്താലും വിജയിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഒരാശങ്കയും തൊടുന്നതെല്ലാം പരാജയമാണെന്നുള്ള ചിന്തയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, മുൻപോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞുവെന്ന് നമുക്ക് തോന്നുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു കാര്യം ഓർക്കണം. വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അധികം സമയങ്ങൾ വേണ്ടി വരും. ജീവിതത്തിൽ ഏത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മുടെ സമയം വരുന്നതേ ഉള്ളൂ. ഒരു തക്ക സമയമുണ്ട് നമുക്ക് വേണ്ടി. ആ സമയത്തിനായിട്ട് നമ്മൾ പലപ്പോഴും കാത്തിരിക്കേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് പറയും, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, ജോലിയാകട്ടെ, വിവാഹമാകട്ടെ, സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ സമയം വരുന്നതേ ഉള്ളൂ. നമ്മുടെ സമയം വരുമ്പോൾ നല്ലതും ശ്രേഷ്ഠതുമായിരിക്കും. ഒരാന തൻ്റെ വയറ്റിൽ 18 മാസം ചുമന്നിട്ട് പ്രസവിക്കുമ്പോൾ, എന്നാൽ 18 മാസം കൊണ്ട് ഒരു നായ് 3 പ്രാവശ്യം പ്രസവിക്കും. ഒരു ദിവസം ഈ നായ് വന്ന് ആനയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ 3 വട്ടം പ്രസവിച്ചു, എന്നിട്ടും നീ പ്രസവിച്ചില്ലല്ലോ. നമ്മൾ ഒരുപോലെയല്ലേ ഗർഭിണിയായിരുന്നത്, എന്നിട്ട് എന്തേ നീ പ്രസവിക്കാഞ്ഞത്? അപ്പോൾ ആന പറഞ്ഞൊരു കാര്യം, എൻ്റെ വയറ്റിൽ ഞാൻ ചുമക്കുന്നത് പട്ടിക്കുഞ്ഞിനെയല്ല, ആനക്കുഞ്ഞിനെയാ. അതുപോലെ എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ഒന്ന് ജനിച്ചു വീഴുമ്പോൾ, എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ഒന്ന് തൊടുമ്പോൾ ലോകമറിയും. ഞാൻ ഈ റോഡ് ഒന്ന് മുറിച്ച് കിടക്കുമ്പോൾ ആൾക്കാർ നോക്കി നിൽക്കും, വഴി മാറിത്തരും. എൻ്റെ വയറ്റിൽ ഞാൻ 18 മാസം ചുമന്ന വേദന, വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ അധികം സമയം എടുക്കേണ്ടി വരും. അത് ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ ജീവിതത്തിൽ അല്പം താമസിച്ചും തോന്നുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. ലോകം എത്ര വിളിച്ചു പറഞ്ഞാലും ദൈവം തരുന്ന അനുഗ്രഹം ചെറുതല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ഇത് സംഭവിക്കുന്നേ? എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്തേന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശു കൂടെ ഉണ്ടെങ്കിലും പ്രശ്നം വരും. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 37-38 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, തിര തള്ളിക്കയറി, പടക മുങ്ങുമാറായി. കർത്താവ് കൂടെയുണ്ട്. അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. എന്നാൽ കർത്താവ് എഴുന്നേറ്റു. ശിഷ്യന്മാർ നിലവിളിച്ചു, കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരം ഇല്ലയോ എന്ന് ചോദിച്ചു. ആ നിലവിളിയുടെ മുൻപിൽ കർത്താവ് അവർക്ക് വേണ്ടി എഴുന്നേറ്റു. കടലിനെ അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിച്ചു. നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നും, പടക് തകർന്നു എന്ന് തോന്നും, തിര തള്ളി കയറി എന്ന് തോന്നും. പക്ഷേ ആ സമയത്തെല്ലാം കർത്താവിനെ നമ്മളൊന്ന് ഇറക്ക വിളിച്ചാൽ കർത്താവ് എഴുന്നേറ്റ് വരും. കർത്താവ് എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ചിലതിനെ ശാസിക്കും, നമുക്ക് വേണ്ടി ചിലത് കൽപ്പിക്കും. നമുക്ക് വേണ്ടി തൊടണമേ എന്ന് കൽപ്പിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം നമ്മളെ തൊടുന്നതാ. കർത്താവിൻ്റെ കരം ഇന്നും ചലിക്കുന്നതാ. ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ കർത്താവ് മാറിപ്പോയോ? കർത്താവ് എഴുന്നേറ്റില്ലേ? കർത്താവ് ഉണ്ടായിട്ടും പ്രശ്നം വന്നില്ലേ? ചുഴലിക്കാറ്റുണ്ടായില്ലേ? പടക് മുങ്ങുമാറായില്ലേ? പ്രതീക്ഷയെല്ലാം അസ്തമിച്ചും ചിന്തിച്ചില്ലേ? ശിഷ്യന്മാരും പറഞ്ഞു കാണും, ഇനിയുമില്ല, മുൻപോട്ടൊരു വഴിയില്ല, എല്ലാം തീർന്നു, മരണം മുഖാമുഖമായി കാണുക എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് അവർക്ക് വേണ്ടി എഴുന്നേറ്റു. അതെ, ഇന്ന് പകലും നമ്മുടെ വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി എഴുന്നേക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്. നമ്മളെ തൊടുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി, അവൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഇന്നും തീർന്നു പോയിട്ടില്ല. ശിഷ്യന്മാരെല്ലാം ഭയന്നു പോയപ്പോൾ കർത്താവ് വിട്ടേച്ചു പോയോ? ഇല്ല, കർത്താവ് വിട്ടേച്ചു പോയിട്ടില്ല. ഈ ബൈബിള് എങ്ങനെയെല്ലാം നോക്കിയിട്ടും, നമ്മൾ അരിച്ചു പറക്കി നോക്കിയാലും ഈ ബൈബിളിൽ ഇട്ടേച്ചു പോകുന്ന ഒരു കർത്താവിനെ കാണാൻ കഴിയത്തില്ല. 365 ദിവസവും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ജീവിത പങ്കാളി ഇട്ടേച്ചു പോകുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ ഭർത്താവും ഭാര്യയും ഒക്കെ ഇട്ടേച്ചു പോകുന്നു. അവർ നമ്മുടെ കുറവ് നോക്കി എത്രയോ രക്തബന്ധങ്ങൾ പലതിൻ്റെയും പേരിൽ വലിച്ചെറിയപ്പെടുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് വേണ്ടി തക്ക സമയത്ത് എഴുന്നേൽക്കും. നമ്മുടെ മുൻപിൽ സമയം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തണമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കണം. ദൈവം തരുന്ന അനുഗ്രഹം ഒരിക്കലും ചെറുതല്ല. ആരൊക്കെ പറയട്ടെ, ഇനിയും നടക്കത്തില്ല, സാധ്യതയെല്ലാം കഴിഞ്ഞു, മനുഷ്യൻ്റെ വാക്കുകളെ പേടിക്കേണ്ട. നിന്റെ സമയം വരുമ്പോൾ കർത്താവിന് റൈറ്റ്
ടൈമുണ്ട്. ആ സമയത്ത് നിൻ്റെ ജീവിതത്തിൽ എല്ലാം ചന്തമായും ഭംഗിയായും ഉചിതമായും കർത്താവ് ചെയ്തു തരും. സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. അന്നവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് എഴുന്നേൽക്കും എന്ന് ദൈവശുദ്ധ തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഓരോ ദിവസം തോറും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്വസിക്കുകയും ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വചനത്തിൻ്റെ മുൻപിൽ ഓരോ ദിവസം തോറും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതുകൊണ്ട് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ.